എന്തായാലും നമ്മളൊക്കെ വീഡിയോ ചെയ്ത് തുടങ്ങിയത് തന്നെ സിനിമയിൽ കയറണം, ബിഗ് സ്ക്രീനിൽ ഒരു ദിവസം കാണണം എന്നൊക്കെയുള്ള ആഗ്രഹത്തിൽ തന്നെയാണ്. ഫഹദ് ഫാസിൽ, നൂറനാട് ഫഹദ് ഫാസിൽ ഉണ്ട് നമ്മുടെ പടത്തിൽ. നമ്മുടെ സിനിമയിലൊക്കെ എത്തിപ്പെടാനായിട്ട് നമ്മളുടെ ആരും സിനിമയിൽ അങ്ങനെയൊന്നുമില്ല, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇതുവരെയെങ്കിലും ഇപ്പോൾ എത്തിയത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. എല്ലാവർക്കും ആദ്യം തന്നെ ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഉറക്കണേറ്റേ ഉള്ളൂ. ഇന്ന് ഭയങ്കര ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള ദിവസമാണ് ഗൈസ്. എന്തെന്ന് വെച്ചാൽ ഞാൻ അഭിനയിച്ച സിനിമ മഹാരാജ ഹോസ്റ്റലിൻ്റെ പോസ്റ്റർ ഫോട്ടോഷൂട്ടാണ് ഗൈസ്. ഇതൊക്കെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ സിനിമയുടെ പോസ്റ്റർ ഫോട്ടോഷൂട്ടിനൊക്കെ പോകുന്നത് തന്നെ. വേറെ സിനിമയിലൊക്കെ ചെറിയ ചെറിയ റോളുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ സിനിമയിൽ അഖിലന്നെ അടി, ഷാമോൻ, മാമനും മോൻ ശരത്ത്, അപ്പോൾ അവരൊക്കെ ലീഡ് റോളാണ്. അപ്പോൾ അതിലൊരു ക്യാരക്ടർ റോൾ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പം പോസ്റ്ററിൽ ഫോട്ടോ ഒക്കെ വരും. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. ഇതൊക്കെ എങ്ങനെയാണ് പരിപാടി എന്നൊക്കെ ഉള്ളത്. ഇതൊക്കെ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ഇതൊക്കെ കിട്ടാനും കാരണം നിങ്ങളെല്ലാം ആണ് നമ്മുടെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. എറണാകുളത്ത് പോകണം, ഒരു 6:45 ട്രെയിൻ. അപ്പോൾ ഇനി ഞാൻ റെഡി ആയിട്ട് നേരെ എറണാകുളത്ത് ബാക്കി അവിടുത്തെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊക്കെ നമ്മളുടെ തുടക്കമാണ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇനിയും നമുക്ക് സിനിമ എന്ന് പറഞ്ഞാൽ ആ ഒരു മേഖലയിലോട്ട് നമുക്ക് കയറി പോകാൻ പറ്റുള്ളൂ. അപ്പം സിനിമയൊക്കെ ഇറങ്ങുമ്പോൾ നിങ്ങളെല്ലാവരും കാണണം, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. കാരണം നമ്മൾ സിനിമയിലൊക്കെ കയറണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയം എത്തിയിരിക്കുകയാണ്. നമ്മളെ ക്രൂവിലെ പല ആൾക്കാരും സിനിമയിലെത്തി ഒരു സിനിമയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം. കാരണം നമ്മളെ ക്രൂവിലുള്ള മിക്ക ആൾക്കാർക്കും സിനിമയും കാര്യങ്ങളൊക്കെ കിട്ടി. ഞാൻ ലീഡ് റോള് ചെയ്യുന്ന ഒരു പടം വരും ഉടനെ. എൻ്റെ ഡേറ്റും കാര്യങ്ങളും കറക്റ്റ് അറിയത്തില്ല. എന്തായാലും അടുത്ത വർഷം ഫസ്റ്റിൽ തന്നെ ആയിരിക്കും. എല്ലാം ഞാൻ അവിടെ പോയി ചോദിച്ചിട്ട് എല്ലാ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളെ പറഞ്ഞു തരാം. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങനെയാണ് അവിടുത്തെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും എന്നുള്ള പരിപാടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. മലയാളം പഠിച്ചാ എന്താണ് ഹൈദരാബാദ് ഹായ് ശരത്, എങ്ങനെയുണ്ട് സിനിമയൊക്കെ? കുഴപ്പമില്ല. ഇപ്പൊ 2-3 പടമൊക്കെ ആയല്ലേ? 3 ഒന്നും ഇറങ്ങിയില്ല. വലിയ ആളായിപ്പോയല്ലോ. പിന്നെ കൊച്ചിയിൽ വന്ന് ചെറുക്ക അങ്ങ് ഫ്രീക്കായി. മുടിയൊക്കെ പോട്ട് അല്ലേ? എങ്ങനെ നടന്നയാ? പിന്നെ നേരത്തെ ഉണ്ടായത് സെറ്റായി ചെറുക്കൻ. കൊച്ചിയിൽ വന്നാ പിന്നെ അങ്ങ് കൈവിട്ടെന്ന് അർത്ഥം. വിട്ടു. ഇപ്പൊ ഭാര്യ കൊണ്ടുവരാറുണ്ടോ ഇവിടെ? അളിയ ട്രെയിലർ ഉണ്ടോ? ഞാൻ കണ്ടു. കൊള്ളാം, നല്ല രസമുണ്ട്. ഇന്ന് നമ്മള് പൊളിക്കും. നിന്റെ ഫസ്റ്റ് പടമല്ലേ ഇത്? നമ്മുടെ എല്ലാരെയും ഫസ്റ്റ് പടമാണ്. എൻ്റെ ക്യാരക്ടർ റോള് കിട്ടിയ ഫസ്റ്റ് പടം. നിന്റെ ഫസ്റ്റ് അല്ലേ? ഇത്ര കൊല്ലം കൊണ്ട് വീഡിയോ ചെയ്യുന്ന നമ്മള് ഇപ്പോഴാണ് ഒരു അവസരം കിട്ടിയത്. ആ അവസരം നല്ലതുപോലെ ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. നിന്റെയും നീയും വാവുമായിട്ടുണ്ട്. ഇന്ന് ട്രെയിലർ കണ്ടിട്ട് ബാക്കി അഭിപ്രായം പറഞ്ഞു. ഇതാണ് നമ്മുടെ ഡയറക്ടർ ഷാരു സാർ. തെലുങ്കല്ലേ? ഹൈദരാബാദ്. സാറിന്റെ ഫസ്റ്റ് പടമല്ലേ മലയാളത്തിലെ? അതെ. അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് താങ്ക് യു. ഇനി ഇതാണ് നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ. നമസ്കാരം. എങ്ങനെയുണ്ട് സ്ക്രിപ്റ്റും? കണ്ടായിരുന്നു? അല്ല, അത് നീ അഭിനയിച്ചിട്ട് എങ്ങനെയുണ്ട്? എന്ത് തോന്നി? നിങ്ങളാണ് പറയുന്നത്. നമുക്ക് അഭിനയിക്കുമ്പോ അങ്ങനെ തോന്നാറില്ല. നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ പറയട്ടെ. അതെ. ഇപ്പൊ അങ്ങനെ ആയല്ലേ? അവിടെ നിന്ന് ഫുൾ മോട്ടിവേഷൻ തന്നിട്ട് നാട്ടുകാർ പറയട്ടത്. കൊള്ളാം, നിന്റെ റിയാക്ഷൻസ് ഒക്കെ കൊള്ളാം. അങ്ങനെ പറഞ്ഞാ പോരാ. നീ അങ്ങനെയല്ല പറഞ്ഞ എങ്ങനെയെങ്കിലൊക്കെ പറ. എന്തായാലും ഇത് നമുക്ക് പറ്റുന്നത് നമ്മൾ ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വാസം. ബാക്കി നോക്കാം നമുക്ക്. ഇത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ടല്ലേ സിനിമ. നമ്മുടെ ഒരു കുഞ്ഞു പടം, അത്രേ ഉള്ളൂ. ട്രെയിലർ കണ്ടോ സാർ? ട്രെയിലർ അടിപൊളിയായിരുന്നു കേട്ടോ. ടീസർ ട്രെയിലർ തന്നെയാണോ? ഓക്കെ, ട്രെയിലർ അടിപൊളിയായിരുന്നു. വിനയോട് ജാതി
എന്നത്തെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് അച്ഛനായല്ലേ ട്രിപ്പ് കഴിഞ്ഞ ഇപ്പൊ വരിക. നീ ഇപ്പൊ എവിടെ ട്രിപ്പ് പോയ? വിയറ്റ്നാമിൽ എവിടെ അല്ലേ? ബാലി. ഇന്ന് തന്നെ ഉള്ളൂ. അല്ല, ആലപ്പുഴ പോയിരുന്നു. ബാലി എങ്ങനെയുണ്ട്? ഒന്ന് രണ്ടെണ്ണം തായ്ലാൻഡ് പോയിട്ടുണ്ടോ? തായ്ലൻഡ് പോയി. തായ്ലാൻഡ് ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? കാരണം നമ്മള് പയ്യന്മാര് ബാച്ചിലേഴ്സ് പോകാൻ വേണ്ടി നിൽക്കാം. അടിപൊളിയാ. ആണോ? ഉറപ്പാ? ബാച്ചിലേഴ്സിന് പറ്റിയ സ്പോട്ടാണ്. ആണോ? ഞാൻ ഉദ്ദേശിച്ച ഫുഡാണ്. എല്ലാ ഫുഡും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഇത് സ്പൈഡർമാൻ. ഇതാണ് മാസ്കുരി സ്പൈഡർമാൻ. ഷാം ഓൺ തിങ്സ്. നീ വന്നപ്പോ മീശയൊക്കെ ഉണ്ടായിരുന്നല്ലോടാ. അടിച്ചു കയറി വാ. അയ്യോ, റിയാസ് ഖാന്റെ മോൻ. അത് കട്ടുണ്ടല്ലിയാ. പിന്നെ എന്റെ ഒരു കസിൻ ഉണ്ടല്ലിയാ, അച്ചുക്കിളി എന്ന് പറഞ്ഞ അവന്റെ കട്ടു. അച്ചുക്കിളി ചിന്തല്ലടാ. ഷാമോന് 2 ഐഫോൺ ഉണ്ട്. ഇത് അവഞ്ചേഴ്സിൽ നിന്ന് കോൾ വന്ന് എടുക്കാനും ഇത് വീട്ടിൽ നിന്ന് ഉമ്മ എന്ന് വിളിച്ചെടുക്കാൻ. പക്ഷെ ഇത് കൊള്ളാം. അവന് കട്ട് ചെയ്ത് വെച്ചാൽ അവൻ തന്നെ ജെട്ടിയിട്ടിരിക്കണ ആട് മാറിപ്പോ സ്പൈഡർമാൻ ആയിരുന്നു. പക്ഷെ ഇത് കൊള്ളാം കേട്ടോ. അത് കട്ട് ചെയ്ത് വെച്ചിരിക്കണെങ്കിലും ചേർന്നുണ്ട്. അവന് ചേർന്നുണ്ട്. നമ്മളെങ്ങാനും വെച്ചെങ്കിൽ തേങ്ങയാണ്. ആൾക്കാര് സത്യം. ഷാമോനെന്നല്ല എന്നിട്ട് പേര് ഷാമോനെന്ന്. ജട്ടിയിട്ട് കഴിഞ്ഞാൽ അത് പറയേയില്ല. ആ ഫോട്ടോ നിങ്ങൾ കാണണ്ട, നിങ്ങളാരും കാണണ്ട. പ്രത്യേകിച്ച് പെൺകുട്ടികൾ അത് കാണേ വേണ്ട. ഫേസ് വിളിച്ചിട്ട് കണ്ണ് മാത്രം കൊണ്ടാക്കിയേ. അത് കുറച്ച് ബെറ്റർ ആയിരിക്കും. കണ്ണ് മാത്രം കൊണ്ടാക്കിയേ. അതെ അതെ. ഇതാണ് നമ്മുടെ മഹാരാജ ഹോസ്റ്റലിലെ DOP അഷ്കർ സാർ. എത്ര ഭാഷയിൽ ഇറങ്ങും? പ്രൊഡ്യൂസറും DOPയും എല്ലാം. ഇപ്പൊ 2 ഭാഷ. ഏതൊക്കെയാ? തെലുങ്ക്, മലയാളം. എന്താ പറഞ്ഞ? ഓക്കെ. അഷ്കർ ചേട്ടാ, എന്നത്തേക്കാ പടം നമ്മുടെ റിലീസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്? പ്ലാൻ ചെയ്യുന്നത് ജനുവരി ലാസ്റ്റ് വീക്കാണ്. ഓക്കെ. എങ്ങനെയുണ്ട് ഇതുവരെ എല്ലാം കണ്ടിട്ട്? സൂപ്പർ. എല്ലാവരും നല്ല അഭിപ്രായമാണ്. ട്രെയിലർ കണ്ടു, എല്ലാവരും ഹാപ്പി. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ഞാൻ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. കാരണം ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറത്താണ്. നീ കണ്ടില്ലേ? മാറിയിട്ടില്ല. നിന്റെ ഇൻസ്റ്റയിലിട്ട ജട്ടിയുടെ ഫോട്ടോ കൊള്ളാൻ കേട്ടോ. ഞാൻ പറയാം, അഖിലിന്റെ ഇവിടെ ഒരു അരഞ്ഞാണുണ്ട്. ചോമെന്ന നൂല്. പുള്ളി ഏത് ക്ഷേത്രത്തിനാ കെട്ടിയ? ആരാ? അമ്മയാണോ വൈഫാണോ? അപ്പൊ 28-ന് കെട്ടിയ സാധനം അഴിച്ചിട്ടില്ല. നമ്മളെ പടത്തിനെ പറ്റി 2 വാക്ക്. നല്ലൊരു മൂവിയാണ്. മിനിമം 1 ടൈം വാച്ചബിൾ. നിങ്ങൾ വിചാരിക്കണ പോലെ അല്ല ഈ മൂവിയുടെ ജേണർ. ഞാൻ ഞെട്ടിയിരിക്കുകയാണ്. മലപ്പുറത്ത് ജേണർ എന്നാ പറയാ. ആണ് അത്. ഫഹദ് ഫാസിൽ, നൂറനാട് ഫഹദ് ഫാസിൽ ഉണ്ട് നമ്മളെ പടത്തിൽ. പിന്നെ സൂര്യ എന്നൊക്കെ പറയുള്ളൂ. അതാരാ പറയുന്നത്? നീ തന്നെ. ഓക്കെ, ഗുഡ്. ഞാൻ ട്രെയിലർ കണ്ടു, ടീച്ചറും കണ്ടു. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും മുകളിലാണ് സാധനം. നല്ല രസമുണ്ടായിരുന്നു. ഒരു ഹൊറർ കോമഡി പടമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. നമ്മളെല്ലാവരും ബഡ്ഡിങ് സ്റ്റേജിലാണ്. ബഡ് വിരിഞ്ഞൊരു പൂവായി മാറണം. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം. നമ്മളതിന് സിനിമയിലോട്ടൊന്നും പിടിച്ചിട്ട് ആരുമില്ല. നമുക്ക് നെപ്പോട്ടിസം ഇല്ല, നെക്കോട്ടിക്സും ഇല്ല, ഒന്നുമില്ല. അപ്പൊ ഇനി നമ്മളായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കയറണം. നമ്മള് തെലുങ്കിലുണ്ട്. ആരായിരിക്കും തെലുങ്കില് മറ്റേ പ്രേമികളിനൊക്കെ ഡബ് ചെയ്ത ആൾക്കാരുണ്ടാണ്. ഞാൻ തെലുങ്ക് കാണാം കുറച്ച്. എന്താ മനസ്സിലാവുന്നില്ല. ഫോട്ടോഷൂട്ടാ. എന്താ കൈ വിരിയാൻ? അത് വിരിയാൻ ഒരു സമയം പിടിക്കും. എണീര്.
ഉടനെ ഉണ്ടാവുമല്ലോ. ഹൈദരാബാദിൽ ഞാൻ കൊണ്ടുപോകും. ഓക്കെ, അതൊക്കെ പറയാൻ പഠിക്കാം. പോയിട്ട് ഓക്കെ ബൈ. ഗൈസ്, അപ്പോൾ നമ്മുടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ട്രിവാൻഡ്രം എത്തി. കാരണം ഞാൻ പ്രതീക്ഷേനേയും കാട്ടിലും സമയമെടുത്തു കേട്ടോ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട്. ടർസൻ അവിടെ പോകണം എന്നൊക്കെ വിചാരിച്ചാണ്, പക്ഷേ നടന്നില്ല. ഏകദേശം 12:15 ഷൂട്ട് തുടങ്ങി ഒരു 6-6:30 വരെ ഉണ്ടായിരുന്നു. 7 മണിക്കാണ് തിരിച്ചു വരാനുള്ള. പക്ഷെ എന്തായാലും ലൈഫിൽ ഒരുപാട് സന്തോഷമുള്ള ദിവസമായിരുന്നു ഇന്നത്തെ. കാരണം നമ്മുടെ സിനിമയുടെ പോസ്റ്ററിന്റെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടാണ് പോണത്. അതൊക്കെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ്. എന്തായാലും നമ്മളൊക്കെ വീഡിയോ ചെയ്ത് തുടങ്ങിയത് തന്നെ സിനിമയിൽ കയറണം, ബിഗ് സ്ക്രീനിൽ ഒരു ദിവസം കാണണം എന്നൊക്കെയുള്ള ആഗ്രഹത്തിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്ത സമയത്ത് തന്നെ ഒരുപാട് ആൾക്കാർ ആഗ്രഹിച്ചിട്ടുണ്ട് നമ്മളൊക്കെ ബിഗ് സ്ക്രീനിൽ വരണമെന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മുടെ ക്രൂവിലെ പല ആൾക്കാരും അങ്ങനെയൊക്കെ എത്തിപ്പെട്ടിട്ടുണ്ട്. ഫൈനലി മഹാരാജ ഹോസ്റ്റൽ എന്ന് പറഞ്ഞ സിനിമയുടെ നല്ലൊരു ക്യാരക്ടർ റോളായ വൈബ് ശംഭു എന്നാണ് എൻ്റെ ക്യാരക്ടറിന്റെ പേര്. അപ്പോൾ ആ ഒരു റോള് ചെയ്യാനൊരു ഭാഗ്യം കിട്ടി. അപ്പോൾ അതിലെ മെയിൻ ലീഡ് അഖിലന്നാടി, ശരത്ത്, ഷാമോനൊക്കെയാണ്. അപ്പോൾ ആ ഒരു സിനിമയുടെ ഒരു ഭാഗമാകാൻ പറ്റി. എൻ്റെ ഡയറക്ടർ തെലുങ്ക് ഡയറക്ടറാണ്. അയാളുടെ ഫസ്റ്റ് പടമാണ് മലയാളത്തിലുള്ള ഒരു ഹൊറർ കോമഡി പടമാണ്. എന്തായാലും അതിൻ്റെ ട്രെയിലറും ടീസറൊക്കെ കണ്ടായിരുന്നു. കൊള്ളാം, പ്രതീക്ഷനേക്കാളിലും മുകളിലാണ് സംഭവം. അപ്പോൾ ഇതിൻ്റെ ബാക്കി അപ്ഡേറ്റ്സ് ഞാൻ വരും ദിവസങ്ങളിൽ അറിയുന്നത് പോലെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ സിനിമയിലൊക്കെ എത്തിപ്പെടാനായിട്ട് നമ്മളുടെ ആരും സിനിമയിൽ അങ്ങനെയൊന്നുമില്ല. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇതുവരെയെങ്കിലും ഇപ്പോൾ എത്തിയത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട്. സന്തോഷം കൊണ്ടൊന്നും വരുന്നില്ല, കാരണം ഒരുപാട് നാളത്തെ സ്വപ്നമാണ് അത് പ്രാബല്യത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ഡ്രീംസ് കം ട്രൂ മൊമെൻ്റ് ആണ് ഇനി വരാൻ പോകുന്നത് തന്നെ. പോസ്റ്ററിലൊക്കെ നമ്മുടെ ഫോട്ടോയൊക്കെ ഞാൻ അതൊന്നും ഞാൻ ലൈഫിൽ വിചാരിച്ചിട്ടുകൂടി ഇല്ല കേട്ടോ. സിനിമയിൽ അഭിനയിക്കും എന്നുള്ളത് ഞാൻ ലൈഫിൽ വിചാരിച്ചിട്ടുകൂടി ഇല്ല. ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ വിചാരിച്ചിട്ടില്ല. അത് ഇപ്പോൾ പോസ്റ്ററിലൊക്കെ ഫോട്ടോ വരും, അയ്യോ, അതൊക്കെ ആഗ്രഹിക്കുമ്പം ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എല്ലാം എൻ്റെ മോളുടെ ഭാഗ്യയോട്. ഞാൻ ഈ സിനിമ ഷൂട്ട് തുടങ്ങിയ സമയത്ത് അവർ ഏകദേശം 1 മാസം കൊണ്ട് തന്നെ എല്ലാം കഴിഞ്ഞ് റിലീസ് ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. ഇതൊരു ഓഗസ്റ്റ് മാസത്തിലായിരുന്നു. ഞാൻ അവരുടെ അടുത്ത് പറയുമായിരുന്നു എൻ്റെ മോളൊക്കെ ജനിച്ചിട്ടായിരിക്കും ഈ സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ അതൊരു ഭാഗ്യമായിട്ട് ഞാനിങ്ങനെ അവരുടെ അടുത്ത് പറയുമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് എൻ്റെ മോള് ജനിച്ചതിന് ശേഷം എനിക്കൊന്ന് ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരിയിൽ സിനിമ എന്തായാലും റിലീസ് ഉണ്ടാകും. നിങ്ങളുടെ ഇനി അങ്ങോട്ടും എല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്യണം. കാരണം നമ്മളിപ്പോൾ മുട്ടിട്ടേ ഉള്ളൂ, ഇനി മുളച്ച് വരണം. അതിന് നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ പറ്റുള്ളൂ. നമ്മൾ സിനിമയിൽ എത്തണമെന്ന് ആഗ്രഹിച്ചവർക്കും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്കും എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹം പോലെ തന്നെ ബിഗ് സ്ക്രീനിൽ ഉടനെ കാണാൻ പറ്റും. ഇന്ന് ഇത്ര ഉള്ളൂ ഗൈസ്. അപ്പോൾ ലവ് യു ഓൾ.